രാമൻ: സമ്മതിച്ചു. വരും, നമുക്ക് പഴയതുപോലെ നോക്കിയിരിക്കാം. വനഗായകൻ വീണ്ടും മാങ്കൊമ്പ് കുലുക്കുന്നു. ധാരാളം മാമ്പഴം വീഴുന്നു. വനഗായകൻ: 1, 2, 3. 3-ൽ കുട്ടികൾ ഒറ്റ ഓട്ടത്തിന് മാഞ്ചോട്ടിലെത്തുന്നു. തറയിൽ നിന്ന് വാരിയെടുക്കുന്നു. വാശിയോടെ വാരിക്കൂട്ടുന്നു. ഇനി നിങ്ങൾ തിന്നിട്ട് എനിക്കും തരണം. കുട്ടികൾ: തരാം. മാങ്ങ കടിക്കുന്നു. രാമൻ: അയ്യോ, ഇത് മാങ്ങയല്ല. ഭദ്രൻ: ഇതും മാമ്പഴമല്ല. കുട്ടികൾ: ഇത് കല്ല, കല്ല്. വനഗായകൻ പൊട്ടിച്ചിരിക്കുന്നു. ഹാ, കല്ലോ? നോക്കട്ടെ. തറയിൽ നിന്ന് ഒരെണ്ണം എടുത്തു തിന്ന്. നല്ല മാങ്ങ. അപ്പോൾ ഞാൻ കുലുക്കിയിട്ടു, നിങ്ങൾക്ക് മാങ്ങ വീണില്ലേ? ഇനി എന്തോ ചെയ്യും? ആലോചിച്ച് നടക്കുന്നു. കുട്ടികളും അതുപോലെ ഗൗരവമായി കൂടി ആലോചിക്കുന്നു. രാമൻ: എന്നാൽ ഒരു കാര്യം ചെയ്യാം. സ്വാമി കയറി പറിച്ചു തരട്ടെ. കുട്ടികൾ: അതെ, നമുക്ക് വാരിയെടുക്കാം. വനഗായകൻ ആലോചിച്ച്: ഞാൻ കയറി പറിച്ചാൽ എനിക്ക് പഴം കിട്ടും. നിങ്ങൾ എടുക്കുമ്പോൾ അത് കല്ലായിത്തീരും. ഭദ്രൻ: അതെന്താ? വനഗായകൻ: വേല ചെയ്യണം, വിയർക്കണം. ഞാൻ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം പറ്റണം. ഹാ, വിദ്യ മനസ്സിലിരിക്കട്ടെ. കുട്ടികൾ: നേരം ഇരുട്ടാറായി. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു മാമ്പഴമെങ്കിലും. വനഗായകൻ: ഇരുട്ടിൽ കാടിന് എന്തു സൗന്ദര്യം. ഞാൻ ആ കാട്ടിൽ പോയി ഒളിക്കട്ടെ. ഭദ്രൻ: വേണ്ട, ഇവിടെ നിന്നാൽ മതി. സ്വാമി കൂടെ നിന്നാൽ എനിക്ക് പേടിയില്ല. കുട്ടികൾ: ഞങ്ങൾക്കു. രാമൻ: എന്നാലേ ഞങ്ങൾ കയറി പറിക്കട്ടെ. വനഗായകൻ: കൊള്ളാം, മിടുക്കൻ. കുട്ടികൾ: എന്നാൽ അങ്ങനെ തന്നെ. ഭദ്രൻ: അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. രാമൻ: നീ ജോലി ചെയ്തില്ലെങ്കിൽ നിനക്ക് മാമ്പഴം കിട്ടത്തില്ല. ഭദ്രൻ: നിങ്ങൾ മാവിൽ കയറി പറിച്ചിടുന്നത് എനിക്കും. രാമൻ: പാടുപെട്ട് ജോലി ചെയ്യാതെ നീ എടുത്താൽ മാമ്പഴം ഉടൻ കല്ല്. കുട്ടികളോട്: നമുക്ക് മരത്തിൽ കയറാം. എല്ലാവരും: ഹാ, കയറാം. വനഗായകൻ കുട്ടികളെ മരത്തിൽ കയറാൻ സഹായിക്കുന്നു. ഭദ്രൻ ഒഴികെ എല്ലാവരും മാവിൽ കയറി വിവിധ ശാഖകളിൽ പോയി മാമ്പഴം കുലുക്കിയും പറിച്ചും ഇടുന്നു. ഭദ്രൻ: എന്നോട് അമ്മ പറഞ്ഞു, കാട്ടിൽ പോകല്ലേ, കൂട്ടുകൂടല്ലേ, മരത്തിൽ കയറല്ലേ. വനഗായകൻ: അപ്പോൾ മാമ്പഴം എങ്ങനെ തിന്നും? ഭദ്രൻ: ഇവന്മാർ കയറി പറിച്ചു തരൂ. വനഗായകൻ: അത് പാടില്ല. അവരുടെ ജോലിക്കൂലി അവർക്ക്. പോരെങ്കിൽ കുട്ടികൾക്ക് തേന്മാവ് കാണിച്ചു കൊടുക്കുകയേ ആവൂ. തേൻകനി പറിച്ചു കഴുകി ചെത്തിപ്പൂളി തിന്നാൻ പാകത്തിന് കൊടുക്കരുത്. ഭദ്രൻ: അതെന്താ? വനഗായകൻ: അലസന്മാരാകും. മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് അവർ സുഖിക്കും, ഒടുവിൽ നശിക്കും. ഭദ്രൻ: ഇവിടമെല്ലാം അഴുക്കാം. എൻ്റെ ഉടുപ്പും നിക്കറുമെല്ലാം ചീത്തയാകും. അമ്മ പറഞ്ഞു. വനഗായകൻ: അഴുക്കിലൂടെ നീന്തി കയറണം. അത് പുരളാതെ സൂക്ഷിക്കണം. പെട്ടെന്ന് മാവിൻ്റെ ചുവട്ടിൽ വലിയ ശബ്ദം കേൾക്കുന്നു. കുട്ടികളെല്ലാം ശിഖരങ്ങളിൽ നിന്ന് താഴെ വീണുപോയി. വനഗായകനും ഭദ്രനും അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. മാവിൽ കയറിയാലേ സൂക്ഷിച്ച് പിടിച്ച് മാങ്ങ പറിക്കാൻ പഠിക്കണം. ഹാ, എഴുന്നേറ്റ് വരും. കുലുക്കിയിട്ട മാമ്പഴമെല്ലാം വാരിക്കൂട്ടാം. കുട്ടികൾ അനങ്ങുന്നില്ല. വനഗായകനും ഭദ്രനും തട്ടി വിളിക്കുന്നു. കുട്ടികൾ അറിയുന്നില്ല. ഭദ്രൻ: സ്വാമി, എൻ്റെ കൂട്ടുകാർ അനങ്ങുന്നില്ല. ബോധം പോയെന്ന് തോന്നുന്നു. ഇനി എന്തു ചെയ്യും? വനഗായകൻ: ഇവരുടെ ബോധം പോയി. ഇതിനിത്തിരി സമയം പിടിക്കും. വനഗായകൻ സദസ്സിനഭിമുഖമായി നിൽക്കുന്നു. ഭദ്രൻ വീണ്ടും കുട്ടികളെ കുലുക്കി ഉണർത്താനുള്ള ശ്രമം. വനഗായകന് നടന്നതു തന്നെ എന്ന ഭാവം. ഭദ്രൻ മുന്നോട്ട് വരുന്നു. ഭദ്രൻ: ഈ കാട്ടിൽ ഇനി ഞങ്ങൾ എന്തോ ചെയ്യും? വനഗായകൻ: ഭദ്രന് തിരിച്ചു പോകാനുള്ള വഴി അറിയുമോ? ഭദ്രൻ അറച്ചറച്ച്: ആ, പുഴ കടന്ന്, മല കടന്ന്. എന്നാലും എൻ്റെ കൂട്ടുകാർ ബോധമില്ലാതെ ഈ കാട്ടിൽ കിടക്കുമ്പോൾ എന്നോടൊപ്പം തേൻകനി തേടിപ്പോന്നവരുടെ ബോധം വീണ്ടു കിട്ടാൻ എന്തോ ചെയ്യും സ്വാമി? വനഗായകൻ: എന്തോ ചെയ്യും? ആലോചിച്ച്: ഈ കാട്ടിനുള്ളിൽ എവിടെയോ ഒരു ചെടിയുണ്ട്. വാനിൽ നിന്ന് ഉതിർന്ന നക്ഷത്ര കുഞ്ഞിനെ പോലെ സ്വയം പ്രഭ ചൊരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടി. ഭദ്രൻ: ഞാനും കൂടി വരാം. നമുക്ക് ഒരുമിച്ച് ആ ചെടി കണ്ടുപിടിക്കാം. വനഗായകൻ ചിരിച്ച്: ഇല്ല, ഞാനില്ല. എനിക്ക് ഈ കാട്ടിൽ വലിയ പേടിയാ. ഉമ്മാക്കിയുണ്ട്. ഭദ്രൻ: ഇല്ല, ചുമ്മാതെ.
മൃഗത്തിൻ്റെ തല ചൂണ്ടിക്കാണിച്ച്. ഉമ്മാക്കെ ഞാൻ തോൽപ്പിച്ചല്ലോ. വനഗായകൻ: ഇനി ഞാൻ പോകുന്നു. ഭദ്രൻ: എൻ്റെ കൂട്ടുകാർക്ക് ബോധം തെളിയാതെ ഞാൻ എങ്ങനെ പോകും? വനഗായകൻ: അതിനിങ്ങനെ നിന്നാൽ മതിയോ? ഭദ്രൻ: എന്നാൽ ഞാൻ പോയി കാട്ടുമരുന്ന് കണ്ടുപിടിക്കാം. അറച്ചറച്ച് കാട്ടിലേക്ക് നടക്കുന്നു. വനഗായകൻ: അവിടെ മുള്ളും കല്ലും വലിയ കുഴികളും കാണും, സൂക്ഷിച്ചോണം. ബോധരഹിതരായി കിടക്കുന്ന കുട്ടികളെ സമീപിച്ച്. തേൻകനി തിന്നാൻ പോയവരുടെ കഥ. പാടുപെടാതെ കനി കിട്ടുമോ? സദസ്യരോട്: മാമ്പഴം കൊണ്ട് മാഞ്ചോട് നിറഞ്ഞു. നല്ല പഴുത്ത് നിറമാർന്ന മാമ്പഴം. പക്ഷേ അത് തിന്നാൻ ആളില്ലല്ലോ. ഒരു കെട്ടുകഥ പോലെ അല്ലേ? ജീവിതം തന്നെ കെട്ടുകഥയല്ലേ? വെളിച്ചവും ഇരുളും ചേർന്നുണ്ടാകുന്ന മിഥ്യാശില്പങ്ങൾ, അരക്ഷണം കൊണ്ടുമായുന്ന മായാജാലം. ഈ നാടകം പോലെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം പോലെ. ഒരു ഗാനം ആലപിക്കുന്നു. കുട്ടികളിൽ ഒരാൾ കൈകാലുകൾ അനക്കുന്നു. ഞരങ്ങുന്ന ശബ്ദം കേൾക്കാം. ഭദ്ര ഭദ്ര എന്ന് വിളിക്കുന്നു. അല്പം കഴിഞ്ഞ് വനഗായകൻ കാട്ടിനുള്ളിലേക്ക് നോക്കി വിളിക്കുന്നു. ഭദ്രൻ ഭദ്ര. ഭദ്രൻ അകലിൽ നിന്ന്: ഞാനിതാ വരുന്നു, ഒരു മുൾപടർപ്പിൽ വീണുപോയി. വനഗായകൻ പൊട്ടിച്ചിരിച്ച്: മുൾപടർപ്പിൽ വീണാൽ മുറിയില്ലേ? ചോര ഒഴുകില്ലേ? പച്ചില കിട്ടിയോ? ഭദ്രൻ: ഞാനിതാ വരുന്നു. ഭദ്രൻ ഓടിക്കിതച്ച് വരുന്നു. കൈകാലുകൾ മുറിഞ്ഞിട്ടുണ്ട്. ഔഷധച്ചെടി വനഗായകന്റെ കയ്യിൽ കൊടുക്കുന്നു. വനഗായകൻ: നിന്റെ ശരീരമെല്ലാം ചോര പൊടിഞ്ഞിരിക്കുന്നല്ലോ. ഭദ്രൻ: ഈ ഔഷധച്ചെടിക്ക് ചുറ്റും കൂർത്ത മുനയുള്ള മുള്ളുകൾ. ഞാൻ അതിനു മീതെ ചാടി ഉരുണ്ടു വീണു. വനഗായകൻ: മിടുക്കൻ, കൂട്ടുകാർക്ക് വേണ്ടിയല്ലേ, കൊള്ളാം. ഇലകൾ ഭദ്രനെ ഏൽപ്പിച്ചു. ഇത് നീ തന്നെ പിഴിഞ്ഞ് അവരുടെ മൂക്കിൽ മണപ്പിക്കണം. ഭദ്രൻ ശരീരത്തിലും കൈകാലുകളിലുമുള്ള വിയർപ്പും രക്തവും തുടച്ചു കളഞ്ഞു. അതെ, ഈ രക്തം പൊടിഞ്ഞ വേദന പോലും ഞാൻ അറിഞ്ഞില്ല. പച്ചില വാങ്ങി ഞരടി ചാറെടുക്കുന്നു. അത് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് മൂക്കിൽ മണപ്പിക്കുന്നു. കുട്ടികൾ സ്വപ്നത്തിൽ നിന്നെന്നവണ്ണം സാവധാനം ഉണർന്നു വരുന്നു. ഈ സമയമെല്ലാം കാടിൻ്റെ ഗീതം കേട്ടുകൊണ്ടിരിക്കുന്നു. വനഗായകൻ ഈ ദൃശ്യത്തിന് മേൽനോട്ടം വഹിച്ച് ചുറ്റും നടക്കുന്നു. കാടിൻ്റെ ഗീതത്തിനൊത്ത് താളാത്മകമായി ചലിക്കുന്നു. ഉണരുവിൻ മക്കളെ, കാടിനരുമ മക്കളെ, വസന്തമായി വിളക്കുമായി തൊഴുതുണർന്നെണീക്കുവിൻ. കുട്ടികൾ എഴുന്നേറ്റ് വനഗായകന് ചുറ്റും കൂടി ആഹ്ലാദ നൃത്തം ചെയ്യുന്നു. വനഗായകൻ: ഇനി മാമ്പഴം, ഇത് തേൻകനി, വിയർപ്പിൻ കനി. എല്ലാവരും ഓടിച്ചെന്ന് മാമ്പഴം ശേഖരിച്ച് ഭദ്രനും കൊടുക്കുന്നു. ഒരുമിച്ച് തിന്നുന്നു. രാമൻ: നേരം വളരെ ഇരുട്ടി. ഭദ്രൻ: വൈകിട്ട് കളിക്കാൻ ഇറങ്ങിയതാ. കൂട്ടുകാരൻ: 1. അമ്മ കാത്തിരിക്കും. 2. അച്ഛൻ വഴക്ക് പറയും. 3. അമ്മുമ്മ ചോദിക്കും. വനഗായകൻ: അപ്പോൾ ഇന്നുണ്ടായ കഥ പറയണം. കാട്ടിൻ്റെ കഥ കേട്ടോ? ഞാനും കൂടി വരാം നാട്ടിലേക്ക്. അമ്മ വഴക്കു പറയാതെ, അച്ഛൻ പിണങ്ങാതെ, അമ്മുമ്മ കോപിക്കാതെ ഞാൻ എല്ലാവരുടെയും വീട്ടുപടിക്കൽ വരെ കൊണ്ടാക്കാം. പോകാം ഉണരുവിൻ കൂട്ടരെ, കാടിൻ്റെ ഗീതവുമായി നീങ്ങാം. നാട്ടിലും വീട്ടിലും പള്ളിക്കൂടത്തിലും കാടിൻ്റെ ഗീതവുമായി ചെല്ലാം. പാടിക്കൊണ്ട് നടന്നു നീങ്ങുന്നു. കുറെ കഴിഞ്ഞ് വേറൊരു ദിവസം ഈ തേൻകനി തിന്നാൻ നിങ്ങൾ വരണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അയക്കണം. കുട്ടികൾ: കുട്ടികൾ മുമ്പേയും വനഗായകൻ പിറകെയുമായി നീങ്ങുന്നു. കുറെ കഴിഞ്ഞ് മൃഗത്തിൻ്റെ തലയെടുത്ത് വനഗായകൻ അണിയുന്നു. തിരിച്ചു കാട്ടിലേക്ക് പോകുന്നു. കുട്ടികൾ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. രാമൻ: സ്വാമി എവിടെ? ഭദ്രൻ: അതാ നമുക്ക് മുന്നിൽ. കുട്ടികൾ: അല്ല, പിറകിൽ. രാമൻ: സ്വാമി എവിടെ? കുട്ടികൾ: നമ്മൾ തന്നെ സ്വാമികളാണ്. വരുവിൻ പോകാം. ചാടിത്തുള്ളി പോകുന്നു. കാടിൻ്റെ ചിരി പോലെ ശബ്ദങ്ങൾ കേൾക്കുന്നു. ഈ പാഠത്തിൻ്റെ ആശയം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവരും 1-2 തവണ ഈ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആശയം മനസ്സിലാക്കാനും ശ്രമിക്കുക.